ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം 2ന്റെ നാളെ നടക്കാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ബാലനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് ഗോമതി. ബാലൻ എടുത്ത വായിക്ക് പറയണ്ട്, നീ ഒരു നല്ല അമ്മയാണോ? വീട്ടിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നോക്കി നടത്തുന്നത്? ഭർത്താവ് ജോലിക്ക് പോകും, അങ്ങനെ കുടുംബനാഥനാകുമ്പോൾ ജോലിക്കൊക്കെ പോകേണ്ടി വരും. അപ്പൊ വീട്ടിലുള്ള പെണ്ണുങ്ങളാണ് കുടുംബം നോക്കേണ്ടത്. നീ നല്ല രീതിയിൽ കുടുംബത്തെ നോക്കിയിരുന്നെങ്കിൽ നിന്റെ മോൾ ഇതുപോലെ വഴിതെറ്റി പോകുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഗോമതി പറയണ്ട്, ബാലേട്ടാ ഇനിയിപ്പോ വഴക്ക് പറയാനും ശപിക്കാനുള്ള സമയമൊന്നുമല്ല എന്ന് പറയുമ്പോഴേക്കും ബാലൻ നീ ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അനുവിന്റെ അടുത്തേക്ക് പോവാണ്. അനു ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുക കേട്ടോ. അനുവിനോട് ബാലൻ ചോദിക്കണ്ട്, എടി സത്യം പറ, നിന്റെ റൂമിലേക്ക് എങ്ങനെയാടി ഇവൻ വന്നത് എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ അതുമായിട്ട് അനു മിണ്ടാതിരിക്കണം, പറയാനാ പറഞ്ഞത് പറ്റും ഒറ്റ അടി വെച്ച് കൊടുക്കണം അനുവിന്റെ മുഖത്ത്. അപ്പൊ ഗോമതി ബാലേട്ടാ എന്ന് പറയുമ്പോ വേണ്ട, ആരും ഇതിൽ ഇടപെടരുത് കേട്ടല്ലോ. എടി പറയടി, നീ കാണണം ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് അനുവിന്റെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലൻ. അനു അവിടെ ഇരുന്ന് പോകാട്ടിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. ബാലൻ പറയുന്നുണ്ട്, എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, നമ്മുടെ കുടുംബം തകരാതെ നോക്കേണ്ടത് നമ്മൾ മാത്രമാണ്. ബാലൻ പെട്ടെന്ന് സുകന്യയുടെ മുഖത്തേക്ക് നോക്കാണ്. സുകന്യ ആകെ പേടിച്ച് വിറച്ച് നിൽക്കാട്ടോ. ഈശ്വര, ഈ ബാലട്ടൻ എന്താ ഇങ്ങനെ നോക്കണത്? ബാലട്ടന്റെ സത്യങ്ങളൊക്കെ മനസ്സിലായോ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ബാലൻ വേഗം സുകന്യ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, നോക്ക്, നിനക്ക് കൃഷ്ണമംഗലമായിട്ട് നല്ല ബന്ധമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കാര്യം കൃഷ്ണമംഗലത്ത് ഒരാൾക്ക് പോലും പറയരുത്. മീനാക്ഷിയാണ് അലോകിന്റെ തല കടിച്ചെന്നുള്ള സത്യം നീ ആരോടും പറയരുത്. ഇല്ല ബാലേട്ട, ഞാൻ ആരോടും പറയില്ല. ഇനി ഈ സത്യം ആരുടെയെങ്കിലും വായിന്ന് പുറത്തു പോയാൽ അത് നിന്റെ വായിന്ന് തന്നെയായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ കുടുംബത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ ഈ സത്യം അവരോട് പറയരുത്. ഇല്ല ബാലേട്ട, ഞാൻ പറയില്ല എന്ന് സുകന്യ പറയാണ്. ബാലൻ പറയുന്നുണ്ട്, ഈ കൊലപാതകം ഞാൻ ഏറ്റെടുക്കാണ്. ഗോമതി പറയുന്നുണ്ട് കേട്ടോ, അയ്യോ വേണ്ട, എന്റെ ബാലേട്ടൻ ഏറ്റെടുക്കരുത്. എന്റെ ബാലേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്യാതെ തെറ്റിന്റെ ബാലേട്ടൻ കുറ്റം അനുഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ അനു പറഞ്ഞിട്ട്, വേണ്ടച്ച വേണ്ട, ഞാൻ ഏറ്റെടുത്തോളാം. മിണ്ടു പോരുന്നേ. മീനാക്ഷി ജയിലിൽ പോവാൻ പാടില്ല, അവള് ജീവിതം തുടങ്ങിയുള്ളൂ. അതുകൊണ്ട് അവൾക്ക് വേണ്ടി അവൾ അറിയാതെ ചെയ്ത തെറ്റാണ്. ഈ കുടുംബത്തിന് വേണ്ടി അവൾ ചെയ്ത ഒരു നന്മയായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഈ തെറ്റ് ഞാനാണ് ചെയ്തത് എന്ന് വേണം നിങ്ങൾ പോലീസുകാരോട് പറയാനായിട്ട്. സുകന്യ പറയണ്ട്, നമുക്ക് ബോഡി എവിടെയെങ്കിലും മറവ് ചെയ്താൽ പോരെ ബാലേട്ട എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ബാലൻ പറയണ്ട്, പോലീസുകാരെ മണ്ടന്മാരൊന്നുമല്ല, പോലീസ് നായ മണം പിടിച്ചിട്ട് ഈ വീട്ടിലേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഈ കുറ്റം ചെയ്തത് ഞാൻ തന്നെയാണ്. ഗോമതിനെ കൊല്ലാൻ വേണ്ടി അലോക് വീട്ടിലേക്ക് വന്നു. ഗോമതിനെ കൊല്ലാൻ നോക്കിയപ്പോഴേക്കും അലോകിനെ ഞാൻ പിടിച്ച് അടിച്ചു. ആ അടി അവന്റെ സ്ഥാനത്തായിരുന്നു, അതുകൊണ്ട് അവൻ മരിച്ചു. ഇങ്ങനെ വേണം ഇത് വരാനായിട്ട്, കേട്ടല്ലോ എന്ന് പറയാണ് ബാലൻ. എന്നിട്ട് ബാലൻ അവിടെ ഒറ്റിരിപ്പ് ഇരിക്കാട്ടോ. അതേസമയം ഹോസ്പിറ്റലിൽ മീനാക്ഷി ആകെ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോൾ അവിടേക്ക് ആനന്ദ് വരുന്നുണ്ട്. ആനന്ദ് ചോദിക്കുന്നുണ്ട്, മീനാക്ഷി എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഒരു കുഴപ്പമില്ല ആനന്ദേട്ടാ, ആർക്കും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ ആനന്ദിന് ഒരു സമാധാനം ഇല്ല. ആനന്ദ് 2-3 കവറൊക്കെ ആയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. കവറിൽ നിറച്ച് കുഞ്ഞുടുപ്പാണ്. ആ കുഞ്ഞുടുപ്പുകളൊക്കെ പതുക്കെ പെട്ടി തുറന്ന് ആനന്ദ് തുറന്നു നോക്കുകയാണ്. എന്നിട്ട് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആനന്ദ് പൊട്ടിക്കരയാണ്. ഇത് കണ്ടിട്ട് മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ ഈ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. അപ്പൊ ഇനി നമ്മൾ നാളെ കാണാൻ പോണത് മീനാക്ഷി ആകെ സമാധാനിപ്പിക്കാൻ ആനന്ദേട്ട, സമാധാനിക്ക്, ഒരു കുഴപ്പമുണ്ടാവില്ല. ദേവിയെടുത്തി ആനന്ദേട്ടനൊക്കെ ഭയങ്കര പാവങ്ങളാണ്, നിങ്ങളെ ദൈവം കൈവിടില്ല, ദേവിയെടുത്തിക്ക് കുഞ്ഞിനും ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട് നമ്മുടെ മീനാക്ഷി. ആ സമയത്ത് മീനാക്ഷിക്ക് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ട് ആനന്ദിനെ ഒരുപാട് സമാധാനപ്പെടുത്താൻ പറ്റില്ല. കാരണം ആനന്ദേട്ടൻ ഇപ്പോ കൺട്രോൾ ഇല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയം ആര്യനും അതുപോലെ തന്നെ അതാണ് നമ്മുടെ ആര്യനൊക്കെ അവിടെ ഉണ്ടായേ പറ്റുമെന്ന് മീനാക്ഷിക്ക് മനസ്സിലായിട്ട് അപ്പൊ തന്നെ നമ്മുടെ മീനാക്ഷി ഭർത്താവിനെയും അതുപോലെ തന്നെ ആര്യനെയും വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറയാണ്. അപ്പൊ ഇവർക്ക് ആകെ ടെൻഷൻ ആവട്ടെ, കാരണം കുടുംബത്തിലുണ്ടാവുന്ന കുഞ്ഞു ഭാവിയാണ്, അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. പിന്നെ ദേവിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, അങ്ങനെ എല്ലാവരും ആകെ വിഷമത്തിലാണ്. അപ്പൊ എല്ലാവരും അങ്ങോട്ടേക്ക് വന്നിട്ട് ആനന്ദിനാണ് ആദ്യം സമാധാനപ്പെടുത്തുന്നത്. അപ്പൊ അതിനുശേഷം നമ്മുടെ ഗോമതിയും ബാലനൊക്കെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ബാലൻ നോക്കുമ്പോഴേക്കും ആനന്ദ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാലൻ വേഗം ആനന്ദിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആനന്ദ് പറയണ്ട, അച്ഛ എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല അച്ഛ, ദേവി ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല, ഡോക്ടർ ആണെങ്കിൽ ഒന്നും പറയുന്നില്ല അച്ഛ. നോക്കിക്കേ, ഞാൻ ഇന്ന് മേടിച്ചിരുന്ന ഡ്രസ്സാണ്, ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ആൺകുഞ്ഞിനുള്ള 2 ജോഡി ഡ്രസ്സും പെൺകുഞ്ഞിനുള്ള 2 ജോഡി ഡ്രസ്സും ഞാൻ വാങ്ങിച്ചു. ആണായാലും പെണ്ണായാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അച്ഛ എന്ന് പറയാണ്. അതേ നോക്കിക്കേ, നല്ല ഡ്രസ്സല്ലേ, ഇത് പുതിയ മോഡൽ ഡ്രസ്സാണ് അത്രേ, കടക്കാര് പറഞ്ഞതാ, നല്ല ഭംഗിയുണ്ടല്ലേ, ഈ ഡ്രസ്സ് ഇട്ടാ കുഞ്ഞിനിട്ടാ നല്ല ചേലായിരിക്കും കുഞ്ഞിനെ കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാട്ടോ ആനന്ദ്. അത് കേൾക്കുമ്പോൾ ഗോമതിക്കും ബാലനും ഒക്കെ ഭയങ്കര വിഷമമാണ്. ഗോമതി, എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനും ദേവിക്കും ഒരു ആപത്തും വരുത്തല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഡോക്ടർ ഇറങ്ങുമ്പോൾ തന്നെ വേഗം തന്നെ മീനാക്ഷിയും ഗോമതിയും ഡോക്ടറിന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഇപ്പൊ എങ്ങനെയുണ്ട് ദേവിക്ക്? പറയുന്നുണ്ട്,
ദേവിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. ദേവി ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പൊ ഇവര് ദേവിയുടെ ഓക്കെ ആണെന്ന് പറയുമ്പോൾ കുഞ്ഞിനും ദേവിക്കും കുഴപ്പമില്ലെന്നാണ് ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ഗോമതി, ഈശ്വര ദൈവം കാത്തു, ആർക്കും ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ എന്ന് പറയാണ്. മീനാക്ഷി പറഞ്ഞിട്ട് അതേ അമ്മേ, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരാകെ സമാധാനിക്കാട്ടോ. ആനന്ദിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആനന്ദേട്ടാ വിഷമിക്കാൻ ഒന്നുമില്ല കേട്ടോ, ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചു, ഡോക്ടർ ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. ആണോ, ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? അതോ നിങ്ങൾ എന്നോട് കള്ളം പറയുവാണോ ഞാൻ സമാധാനിക്കാനായിട്ട്? ഇല്ല 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 ആനന്ദേട്ടാ, സത്യം ഇട്ടത് ഡോക്ടർ അങ്ങനെ പറഞ്ഞു. ഹോ, രക്ഷപ്പെട്ടു എന്നൊക്കെ ബാലനും പറയണം. എല്ലാവർക്കും ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ ആവാട്ടോ. പിന്നെയും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ മീനാക്ഷി ഒറ്റക്ക് പോയിട്ട് ചോദിക്കേണ്ട, ഡോക്ടർ അതെ നേരത്തെ കുഞ്ഞിനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വിട്ടുപോയി, കുഞ്ഞിനെയും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഡോക്ടർ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ഡോക്ടർ അത് പിന്നെ ഞാൻ ദേവിക്ക് മാത്രം കുഴപ്പമില്ലെന്നാ പറഞ്ഞത്, കുഞ്ഞിന് എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് ആലോചിക്കാലോ, വയറിടിച്ചു, ഒരു പെൺകുട്ടി വീണു, ബ്ലീഡിങ് ഉണ്ടായി, ഇവിടെ കൊണ്ടുവന്നു, പിന്നീട് നിങ്ങൾക്ക് ആലോചിക്കാലോ എന്തായിരിക്കും സംഭവിച്ചെന്ന്. സോറി, ആ കുഞ്ഞിന് ദൈവം നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. അത് കേൾക്കണ നമ്മുടെ മീനാക്ഷി ആകെ ഷോക്ക് ആവാട്ടോ. അപ്പോഴേക്കും ആര്യൻ അങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണ്ട, എന്താ എടുത്തി, എന്താ ഡോക്ടർ പറഞ്ഞത്? അത് പോയി, നമ്മുടെ കുഞ്ഞു പോയി എന്ന് പറയാണ്. അത് കേൾക്കണ ആര്യന് തലയിൽ ഇങ്ങനെ കൈവച്ചിരിക്കട്ടെ. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യുക, ഇതെങ്ങനെ പോയി പറയും ആനന്ദേട്ടനോട്? എല്ലാവരും കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ ദൈവമംഗലത്തുള്ള ആൾക്കാരെല്ലാം ഓരോ ദിവസം തള്ളി നീക്കണത് ആ കുഞ്ഞിന്റെ വരവിന് വേണ്ടിയിട്ടാണല്ലോ. ഇത് ദേവിയെടുത്ത് പറഞ്ഞാൽ ദേവിയെടുത്ത മാനസികാവസ്ഥ എന്തായിരിക്കും? ദേവിയെടുത്താണെങ്കിൽ ജീവിക്കണ തന്നെ ആ കുഞ്ഞിനെ വേണ്ടിയിട്ടാ. ആനന്ദിന്റെ കാര്യം പറയേ വേണ്ട. ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മീനാക്ഷിയുടെ മുഖം കാണുമ്പോ തന്നെ ഗോമതിക്ക് സംശയം തോന്നാണ്. ഗോമതി ചോദിക്കണ്ടേ, എന്താ മോളെ, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? അത് അമ്മേ, ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ഞങ്ങൾ നേരത്തെ ദേവിയടുത്തേക്ക് കുഴപ്പമില്ലെന്നല്ലേ ചോദിച്ചത്? അതെ. അപ്പോ ദേവിയടുത്തേക്ക് കുഴപ്പമില്ലെന്നല്ലേ അവര് പറഞ്ഞത്? അതെ, കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. പക്ഷെ നമ്മൾ കുഞ്ഞിന്റെ കാര്യം ചോദിച്ചില്ലല്ലോ അമ്മേ. ദേവിക്ക് കുഴപ്പമില്ലെന്ന് വെച്ചാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും കുഴപ്പമില്ലെന്നല്ലേ അർത്ഥം? അല്ല അമ്മേ, കുഞ്ഞു പോയമ്മേ. നീ എന്താ മീനാക്ഷി പറഞ്ഞത്? നിനക്ക് തെറ്റിയതായിരിക്കും, ഡോക്ടർ അങ്ങനെ എല്ലായിരിക്കും പറഞ്ഞത്. ഇല്ലമ്മേ, ഡോക്ടർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ഞാനിത് എങ്ങനെയാ ആനന്ദേട്ടനോട് പറയാ എന്നൊക്കെ ചോദിക്കുകയാണത്. പക്ഷെ ഇതെല്ലാം തന്നെ ആനന്ദ് കേൾക്കുന്നുണ്ട് കേട്ടോ. ആനന്ദ് അവിടെ തകർന്നു പോവാണ്. ഇനി ഡ്രസ്സുകളൊക്കെ എന്തിനാണ്, ഇതൊന്നും വേണ്ട, എല്ലാം കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് തലക്കടിച്ച് കരയാണ്. പക്ഷെ ദേവിയെടുത്ത് ഈ സത്യം പറയാനായിട്ട് ആർക്കും പറ്റാത്തതുകൊണ്ട് ആരും ദേവിയുടെ അടുത്തേക്ക് പോകുന്നില്ല. ദേവിക്ക് പതുക്കെ ബോധം വരുവാണ്. അപ്പൊ ഡോക്ടർ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ദേവി കണ്ണു തുറക്കണ ഡോക്ടറിനെ കാണുന്നുണ്ട്. ഡോക്ടർ, ഡോക്ടർ, എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഡോക്ടർ പറ, ഡോക്ടർ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? അപ്പോ ഡോക്ടർ പറയണ്ടേ, ദേവിക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല, ആനന്ദിനെ പ്രായമായിട്ടില്ല, ഇത് നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാണ്. അപ്പോ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ജനിക്കും. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നതെന്ന് ദേവി ചോദിക്കുമ്പോ, ദേവി ഇത് പോയി ദേവി, നിങ്ങക്ക് ദൈവം ഇത് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി, ആരുടെയൊക്കെ കൈപ്പിഴ കൊണ്ട് അത് നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ഇതേക്കണ ദേവി ഭ്രാന്ത് പിടിച്ചിട്ട് അവിടെ അലറിക്കരയാട്ടോ. ദേവിയുടെ കരച്ചിൽ പുറത്തു നിന്ന് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ പൊട്ടിക്കരയാണ്. ദേവിയുടെ കരച്ചിൽ കേട്ടിട്ട് അവരെല്ലാം പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കാട്ടോ. ആ സമയത്ത് ദേവി അങ്ങ് പ്രാന്ത് പിടിച്ച പോലെ ആവണം. ഇതിനെല്ലാത്തിനും കാരണം അനുവും അതുപോലെ തന്നെ ആ അനുവിനെ കൂട്ടുന്നത് സുകന്യാണ്. അവരുടെ കൈ കിട്ടിയ ഞാൻ രണ്ടിനെ ഇല്ലാതാക്കും. അസുകന്യാണ് എല്ലാത്തിനും കാരണം, അമ്മായിയാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി ഇങ്ങനെ എന്തൊക്കെയോ പിറുപിറുത്തോണ്ടിരിക്കണം. സമനില തെറ്റിയ പോലെ ആയിട്ടോ ദേവിയുടെ. ദേവി ആർത്തും സംസാരിക്കുന്നില്ല, ആർത്തും മിണ്ടുന്നില്ല. ആ ഒരു ഇരിപ്പില്ലേ, ആ ഇരിപ്പ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കിടത്തിയാൽ അങ്ങനെ കിടക്കും, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കും, ഡോക്ടർ മയക്കാനുള്ള ഇഞ്ചക്ഷൻ വെക്കും, അങ്ങനെ മയങ്ങും. അങ്ങനെ തന്നെയാട്ടോ ദേവി നാളെ കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.